ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല നാടൻ രീതിയിലുള്ള ഒരു അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പച്ചപ്പയർ കൊണ്ടുള്ള മെഴുക്ക് വരട്ടി. അല്പം പിഞ്ച് പയറാണ് ഇതിന് നല്ലത്. പയറിൽ എന്തെങ്കിലും പ്രാണികളോ ഒക്കെ ഉണ്ടോ എന്ന് സൂക്ഷ്മമായി നമ്മൾ നോക്കിയതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കണം. അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കുറച്ച് നേരം അതിലെന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി വയ്ക്കണം. കല്യാണ സദ്യക്ക് കാറ്ററിംഗുകാരൊക്കെ വിളമ്പുന്ന പയർ മെഴുക്ക് വരട്ടിയുടെ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെച്ച പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അല്പം നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഒരു ചൂടുകട്ടിയുള്ള അല്പം വിസ്താരമുള്ള ഒരു ഉരുളിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് ഈ മെഴുക്ക് വരട്ടിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുക. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച പയർ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പയർ ആദ്യമേ ഇങ്ങനെ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആ പയറിന് ഉപ്പ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഗ്രീൻ കളർ നഷ്ടപ്പെടാതിരിക്കും. ആദ്യമേ നമ്മളത് മൂടി വെച്ച് വേവിച്ചാൽ ആ പയറിൻ്റെ കളർ മാറിപ്പോവും. ഇനി ഒരു വലിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 2 എരിവുള്ള പച്ചമുളക്, തേങ്ങാക്കൊത്ത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം, അല്പം കറിവേപ്പില, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പയർ ഏകദേശം ഒന്ന് വഴന്നു തുടങ്ങുന്ന സമയത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വയ്ക്കാം. ഇനി അത് തുറന്ന് നോക്കാം. ഏകദേശം വഴന്നു വരുന്നുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, സവോള, തേങ്ങാക്കൊത്ത് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അധികം പച്ചമുളക് ഇപ്പോൾ ചേർക്കണ്ട. ഇതിന് നല്ല രുചി കിട്ടുന്നതിനും എരിവിനും ഒക്കെ വേണ്ടി നമ്മൾ അവസാനം വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പയറൊക്കെ മൊരിഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് 1.5 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് ശരിക്കുള്ള ഒരു മണവും രുചിയും അതിൻ്റെ ഒരു കളറും ഒക്കെ വരുന്നത്. പകുതി മൂപ്പായ അച്ചിങ്ങയാണ് ഇതുണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ തരിക. താങ്ക്